ഹലോ, ബേബി ഷാർക്കിന് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടോ? അപ്പോൾ നമുക്കിന്ന് പേപ്പർ കൊണ്ട് ഒരു ഈസി ബേബി ഷാർക്കും അതുപോലൊരു ക്യൂട്ട് സ്നേക്കിനെ ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് ഇതുപോലെ ഒരു A4 സൈസ് പേപ്പർ എടുത്ത് അതിൽ നിന്ന് ഒരു സ്ക്വയർ ഷീറ്റ് കട്ട് ചെയ്യണം. പിന്നീട് അതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ ഫോൾഡ് ചെയ്ത ഈ പാർട്ടില്ലേ, അവിടെ നിന്നും കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ആ ഒരു ലൈൻ എത്തും വരെ കറക്റ്റായി ഇങ്ങനെ കട്ട് ചെയ്യുക. എൻ്റെ ലാസ്റ്റ് കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്യണ്ട കേട്ടോ. അവിടെ വരെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കുക. ഇനി ഒരു ഗ്ലൂ സ്റ്റിക്കോ ഫെവിക്കോളോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ സൈഡുകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ, അതിന്റെ കുറച്ച് ഭാഗം ബാക്കി ഉണ്ടായിരുന്നല്ലോ, ആ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ പേപ്പർ കളയല് കേട്ടോ. ഇത് നമുക്ക് ഷാർക്കിന്റെ ടെയിലിന് വേണ്ടി ആവശ്യമുണ്ട്. പിന്നീട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ ഷാർക്കിന്റെ മൗത്ത് റെഡിയായി. എല്ലാ ഫിഷിനെയും പോലെ ഷാർക്കിന് ഫിൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പേപ്പറിൽ ഫിൻസ് വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഒരു 3 പീസ് വേണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മൗത്ത് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പേപ്പർ ബാക്കി വന്നില്ലേ, അതെടുത്ത് ടെയിലായിട്ടും ഇപ്പോൾ വരച്ചുണ്ടാക്കിയ ആ ഫിൻസ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്, അത് 2 സൈഡിലും പിന്നെ മുകളിലും ഒട്ടിച്ചു കൊടുക്കണം. ഷാർക്കിന്റെ സ്പെഷ്യാലിറ്റി തന്നെ അതിന്റെ കൂർത്ത പല്ലാണല്ലോ. അപ്പോൾ മുകളിലും താഴെയുണ്ടല്ലോ ഈ കൂർത്ത പല്ല്. അത് ഇതുപോലെ ഒരു പ്ലെയിൻ വൈറ്റ് പേപ്പറിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ പാറ്റേണിൽ കട്ട് ചെയ്യുമ്പോൾ പല്ലിന്റെ ഷേപ്പ് കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്ത ഈ പേപ്പേഴ്സ് ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് ഷാർക്കിന്റെ മൗത്തിന്റെ മുകളിലും താഴെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നീട് വേറൊരു കളർ പേപ്പർ എടുത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് ഷാർക്കിന്റെ മൗത്തിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി 2 കണ്ണ് കൂടി കൊടുത്താൽ ഷാർക്ക് റെഡി. വൈറ്റും ബ്ലാക്കും പേപ്പേഴ്സ് കട്ട് ചെയ്തോ അല്ലെങ്കിൽ സ്കെച്ച് പെൻ കൊണ്ടോ നമുക്ക് കണ്ണ് റെഡിയാക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് കുട്ടികളുടെ ഫേവറേറ്റ് ഷാർക്ക് റെഡി. ഒട്ടും സമയം കളയാതെ അടുത്ത ക്രാഫ്റ്റിലേക്ക് പോകാം. ഇതുപോലെ 2 കളർ പേപ്പർ എടുത്ത് ഈക്വൽ പാർട്സ് ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഏറ്റവും ചെറുതാവുന്ന വരെ നമ്മൾ മടക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. ഏതെങ്കിലും 2 കളർ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ഉണ്ടാക്കാം. ഏറ്റവും ചെറിയ ലൈൻസ് എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ടാവണം കേട്ടോ, ഓരോന്നിൻ്റെയും വിഡ്ത്ത്. 2 കളർ പേപ്പറിൽ നിന്ന് നമുക്കിതൊരു 5 പീസ് മാത്രം മതി കേട്ടോ. ബാക്കി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ മറ്റു പല ക്രാഫ്റ്റിന് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി ഒരു ഗ്ലൂ സ്റ്റിക്ക് അറ്റത്ത് മാത്രം ഒന്ന് ഒട്ടിച്ചിട്ട് ഇതുപോലെ ടപ്പ് ടപ്പ് ഏത് മടക്കി എടുത്തോ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ പാമ്പര ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇതുപോലെ ക്രാഫ്റ്റ് പേപ്പർ ഒന്നും അല്ല, നമ്മുടെ പാവം തെങ്ങിൻ്റെ ഓലയില്ലേ, ആ ഓല കീറി വെച്ചിട്ട് നമ്മളെല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ക്രാഫ്റ്റ് പേപ്പറൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോൾഡ് ചെയ്ത് പേപ്പർ പീസിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോൾ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അടുത്ത പീസ് പേപ്പർ വെച്ച്
ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഈ 5 പീസും നമ്മൾ ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള കുറച്ച് ക്രാഫ്റ്റുകളും അതുപോലെ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയ ആക്ടിവിറ്റീസ്, വീട്ടിലെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കുന്ന കുറച്ച് യൂസ്ഫുൾ പ്രോഡക്ട്സ്, ഇതൊക്കെ കേട്ടോ എൻ്റെ മറ്റു വീഡിയോസിൻ്റെ കണ്ടന്റ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി സ്നേക്കിൻ്റെ ടെയിലിന് വേണ്ടി ഇതുപോലൊരു ചെറിയ പീസ് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് അറ്റത്തൊട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഇനി സ്നേക്കിനൊരു മുഖം വേണമല്ലോ, അതും പിന്നെ എന്താ പറയുക, ഒരു നാക്കുണ്ടല്ലോ എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സ്നേക്ക് ഇങ്ങനെ വെളിയിലേക്ക് ഇടുന്നത്, അതും കൂടി ഒന്ന് ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒരു ക്യൂട്ട് സ്നേക്ക് റെഡിയായി കിട്ടും. അങ്ങനെ കുട്ടികൾക്ക് പേടിയില്ലാതെ ധൈര്യമായിട്ട് കൂട്ടുവിടാൻ പറ്റിയ ഒരു സ്നേക്കും റെഡി. ഇനി കാണിച്ച 2 പേപ്പർ ക്രാഫ്റ്റും ശരിക്കും ഈസി അല്ലേ? അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.